ദിലീപിനെ നായകനാക്കി ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത് മോഹൻലാലും കൂടെ ഒരു ക്യാമിയോ റോളിലെത്തിയ സിനിമയാണല്ലോ ബബ്ബബ്ബ ഭയം ഭക്തി ബഹുമാനം എന്ന സിനിമ. സിനിമ റിലീസ് ചെയ്ത് ഇന്നേ ദിവസമാകുമ്പോഴത്തേക്കും 7 ദിവസമാവുകയാണ് സിനിമ. പക്ഷെ സിനിമയ്ക്ക് ഈ തിങ്കൾ ചൊവ്വ എന്നീ ദിവസങ്ങളിലെ കളക്ഷൻ മുൻ ദിവസങ്ങളിൽ, അതായത് സിനിമ ഇറങ്ങിയ ദിവസം തൊട്ട് വ്യാഴം വെള്ളി ശനി ഞായർ എന്നീ കളക്ഷങ്ങളേക്കാൾ കുറവായിരുന്നു തിങ്കളും ചൊവ്വയും ഉള്ള കളക്ഷൻ. പക്ഷെ 1,20,00,000 വരെ കേരളത്തിൽ നിന്ന് ഗ്രോസ് കളക്ഷൻ ഉണ്ട് എങ്കിൽ പോലും മറ്റുള്ള ദിവസങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ കുറവായിരുന്നു. അത് നമുക്ക് വേണമെങ്കിൽ വർക്കിംഗ് ഡേ, അതായത് തിങ്കളും ചൊവ്വയും വർക്കിംഗ് ഡേ ആണ്. പിന്നെ അതേപോലെ തന്നെ എക്സാം നടക്കുകയാണ്. അതുകൊണ്ടൊക്കെ തന്നെ ആൾക്കാർ കുറവാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇന്ന് എക്സാമുകളൊക്കെ കഴിയുകയാണ്. അപ്പോൾ എന്തായാലും സിനിമയ്ക്ക് നല്ല രീതിയിൽ കളക്ഷൻ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബുക്ക് മൈ ഷോയിൽ നിന്ന് 1000ന്റെ മേലക്കുകൾ ടിക്കറ്റ് വിറ്റ് പോകുന്നുണ്ട്. ട്രെൻഡിങ് തുടങ്ങിയത് തന്നെ ഒരു 10 മണി ആയപ്പോഴാണ്. അതുവരെ ബുക്ക് മൈ ഷോയിൽ പോലും ട്രെൻഡിങ് കാണിക്കുന്നില്ലായിരുന്നു. ഇപ്പോൾ എന്തായാലും ട്രെൻഡിങ്ങിൽ കയറിയിട്ടുണ്ട്. 11:51 നോക്കിയപ്പോൾ 1,001.28K ടിക്കറ്റുകളാണ് വിറ്റ് പോകുന്നത്. അപ്പോൾ എന്തായാലും കൂടാൻ ചാൻസ് ഉണ്ട്. ഒരു 2000ന്റെ മേലേക്ക് ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോയിൽ നിന്ന് വിറ്റ് പോകുമോ എന്ന് നമുക്ക് നോക്കാം. പിന്നെ ഇന്നത്തെ കളക്ഷൻ ഒരു 2 കോടി റേഞ്ചിൽ എത്തുമോ എന്ന് നോക്കാം. കാരണം ഇന്നൊരു എക്സാം കഴിഞ്ഞ ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഒരു വൈകുന്നേരം രീതിയിലാകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ബുക്കിംഗ് കയറുമോ എന്നൊക്കെ നമുക്ക് നോക്കി തന്നെ കാണണം. പിന്നെ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ, അതായത് 25-ാം തീയതി സർവ്വമായയും അതേപോലെ തന്നെ വൃക്ഷഭയൊക്കെ വരികയാണ്. അപ്പോൾ എന്തായാലും സ്ക്രീൻ ഇത് കുറയും, കളക്ഷൻ നല്ല രീതിയിൽ കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ലോങ് റണ്ണിൽ നമുക്ക് വേണം. അപ്പോൾ എന്തായാലും ഈ സിനിമ എന്തുകൊണ്ട് ഇത്രയും നല്ല സിനിമയാണ്. ഞാൻ ഈ സിനിമ കണ്ടു. സിനിമ 18-ാം തീയതി കാണാൻ പോയില്ല, കാരണം എക്സാം ആയതുകൊണ്ട് തന്നെ. 23-ാം തീയതിയാണ് കണ്ടു. അടിപൊളി സിനിമയാണ്, പവർ സാധനമാണ്. പക്ഷേ ആ പവറിനൊത്തുള്ള ആൾക്കാരുണ്ടായിരുന്നു. 18 വ്യാഴാഴ്ച തൊട്ട് ഞായറാഴ്ച വരെ അധികം ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഈ തിങ്കളാഴ്ച തൊട്ട് ആൾക്കാർ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും ഇന്നത്തെ ദിവസത്തെ കളക്ഷൻ അനുസരിച്ചായിരിക്കും ഇനി വരുന്നുള്ള ദിവസങ്ങളിലെ കളക്ഷൻ തീരുമാനിക്കുക. അപ്പോൾ എന്തായാലും ഈ സിനിമ നല്ല രീതിയിൽ സിനിമയാണ്. കാരണം പിന്നെ ഈ സിനിമയ്ക്ക് നല്ല രീതിയിൽ ഫാമിലി ഓഡിയൻസ് കയറിയില്ലെങ്കിൽ സിനിമയ്ക്ക് കളക്ഷൻ കയറാൻ സാധ്യത വളരെ കുറവാണ്. കാരണം എന്തെന്നാൽ ഇത് ഫാൻസിന് പറ്റിയ സിനിമയാണെന്നാണ് പറയുന്നത്. അതായത് ഫാൻസുകൾക്ക് മാത്രമാണ് കൂടുതലും ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഫാൻസുകാർക്ക് ഒരാഴ്ച തികച്ച ഒരു ലോങ് റണ്ണിൽ നിൽക്കാൻ പറ്റുകയുള്ളൂ. പിന്നെ കുറച്ച് കൂടുതലും വരണമെങ്കിൽ എന്തായാലും ഫാമിലി ഓഡിയൻസ് കയറേണ്ടി വരും. അപ്പോൾ എന്തായാലും പരീക്ഷകളൊക്കെ അവസാനിച്ചു, ലീവ് തുടങ്ങുകയാണ്. അപ്പോൾ എന്തായാലും സിനിമയുടെ കളക്ഷൻ കൂടുമോ എന്ന് നമുക്ക് നോക്കാം. പിന്നെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 42 കോടിക്ക് മുകളിൽ എത്തിയിട്ടുണ്ട്. അത് 6 ദിവസത്തെ കളക്ഷൻ അല്ല, 6 ദിവസത്തെ കളക്ഷനാണ് 42 കോടി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നൊരു 45 കോടിയും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, സിനിമ ലോങ് ടൈമിൽ 100 കോടി കയറുമോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി കാത്തിരിക്കൂ.